വെൽക്കം ബാക്ക് ടു മായപ്പറ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പുതിയ എയറിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. മാത്രമല്ല എന്റെ ചാനലിൽ ഐഫോൺ 17 പ്രോയും പുതിയ എയർപാഡ്സ് പ്രോ 3rd ജനറേഷൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഐഫോൺ എയറിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഐഫോൺ എയർ ഇവിടെ അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാൻ 2 ടാബ് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് അതൊന്ന് ഫീൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മേടിച്ചിരിക്കുന്നത് സ്കൈ ബ്ലൂ ഐഫോൺ എയർ ആണ്. ആപ്പിളിന്റെ തിന്നസ്റ്റ് ഐഫോൺ ആണ് ഈ ഒരു ഐഫോൺ എയർ. അത് ബോക്സിലും കൊണ്ടുവരുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി ഐഫോൺ 17 പ്രോയിന്റെ സൈസ് വ്യത്യാസം ഇവിടെ വരുന്നുണ്ട്. എനിവേ നമുക്ക് നമ്മുടെ ഈ ഐഫോൺ ഈ ബോക്സിൽ നിന്ന് എടുക്കാം. എന്റെ പൊന്നു മക്കളെ, എന്നാ തിന്ന ഇത്. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നമ്മൾ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ആ ഒരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യാൻ പറ്റും. ഐഫോൺ എയർ വെറും 165 ഗ്രാമേ ഉള്ളൂ. നമുക്ക് തൽക്കാലം നമ്മുടെ ഈ ഐഫോൺ ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ബോക്സിൽ വരുന്നത് നോക്കാം. ടൈപ്പ് സി ടു ടൈപ്പ് സി ബ്രേഡഡ് കേബിൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പിൽ ഷേപ്പ് ഗൈഡും ഇവിടെ വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. സ്റ്റിക്കേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമുക്ക് ഈ ഐഫോണിന്റെ ഫ്രണ്ടിലത്തെ ഈ പേപ്പർ ഒന്ന് മാറ്റാം. സാധാരണ ഇത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ എയറിന്റെ സ്കൈ ബ്ലൂ കളർ. ഒരു വൈറ്റ് കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ സൈഡിൽ ഒരു ചെറിയ ബ്ലൂ ടിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബിൽ ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കാം. ടൈറ്റാനിയം ഫ്രെയിം ആണ് ഈ പുതിയ ഐഫോൺ എയറിന് വരുന്നത്. അത് മാത്രമല്ല ഫ്രണ്ടിലും ബാക്കിലും സെറാമിക് ഷീൽഡാണ് വരുന്നത്. അപ്പോൾ ഇച്ചിരി കൂടെ ഡ്യൂറബിൾ ആയിരിക്കും. താഴെയൊക്കെ വീണാൽ പെട്ടെന്ന് പൊട്ടത്തില്ല. ഇത് ആ കൂടെ 5.6 മില്ലിമീറ്ററേ ഉള്ളൂ. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് ഒരു വ്യത്യാസം ഇവിടെ കാണാൻ പറ്റും ഐഫോൺ 17 പ്രോയും ഐഫോൺ എയറും വെക്കുമ്പോൾ. സോ ഭയങ്കര ലൈറ്റ് ആണ്. നമ്മളിത് ആക്ച്വലി കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോഴേ ആ ഒരു ഫീലിംഗ് മനസ്സിലാകത്തുള്ളൂ. അത് മാത്രമല്ല ഇപ്പം പുതിയൊരു ഡിസ്പ്ലേ സൈസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് ഇച്ചിരിയും കൂടെ വലിപ്പമുണ്ട് നമ്മുടെ ഐഫോൺ 17 പ്രോയിനെക്കാട്ടിലും. ഇത് 6.5 ആണ് വരുന്നത്. ഐഫോൺ 17 പ്രോ 6.3 ആണ്. പിന്നെ ബാക്കിൽ പുതിയ ഐഫോൺ 17 പ്രോയിന് വരുന്നതിലൂടെ തന്നെ ഒരു പ്ലാറ്റോ ഡിസൈൻ ഇവിടെ വരുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടെ ലൈഡർ സിസ്റ്റംസ് ഇല്ല. അപ്പോൾ ഐഫോൺ 17 പ്രോ വരുന്നതിലൂടെ അതില്ല. ഇവിടെ ഒരു ഫ്ലാഷും പിന്നെ ഒരു മൈക്കും ഇവിടെ ഉണ്ട്. ഇതിന്റെ താഴെ നമുക്ക് കുറച്ച് ഡ്രില്ല് കാണാൻ പറ്റും. ഇത് സത്യം പറഞ്ഞാൽ മൈക്രോഫോൺ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിന്റെ അകത്ത് സ്പീക്കർ സിസ്റ്റം ഇല്ല. സ്പീക്കർ ആ കൂടെ ഈ ഇയർ പീസിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ വരുന്ന ഒരു ക്യാമറ ഉള്ളൂ. അത് 48 മെഗാ പിക്സൽ ഫ്യൂഷൻ ക്യാമറയാണ്. ആൻഡ് ഫ്രണ്ടിൽ വരുന്നത് 18 മെഗാ പിക്സൽ ക്യാമറയാണ്. അപ്പൊ ഈ ഒരു ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 1x and 2x മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ ക്യാമറ സിസ്റ്റം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഐഫോൺ എയറിന്റെയും ഐഫോൺ 16ന്റെയും ഒരു ക്യാമറ കമ്പാരിസൺ. അപ്പൊ ഐഫോൺ എയറിന് 18 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ആൻഡ് ഐഫോൺ 16ന് 12 മെഗാ പിക്സലേ വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് കമന്റ് സെക്ഷനിൽ ഇടുക. അപ്പൊ ഇതാണ് നമ്മുടെ ഐഫോൺ എയറിന്റെയും ഐഫോൺ 6ന്റെയും മെയിൻ ക്യാമറ എന്നുള്ളൊരു വീഡിയോ. അപ്പൊ നിങ്ങൾ ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുക. രണ്ടും 48 മെഗാ പിക്സൽ ക്യാമറയാണ്. പക്ഷെ ഐഫോൺ 16ന് 0.5 എടുക്കാൻ പറ്റും. പക്ഷെ ഐഫോൺ എയറിന് ഒബിയസ്ലി 1x ഉം 2x ഉം എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഐഫോൺ എയറിന്റെയും ഐഫോൺ 16ന്റെയും 2x ലെൻസിന്റെ ഒരു വീഡിയോ. അപ്പൊ ഈ രണ്ട് ഞങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഐഫോൺ എയറിൽ ഡ്യുവൽ ക്യാമറ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ചെയ്യുന്നത്. ബേസിക്കലി നമുക്ക് നമ്മുടെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരുമിച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സ്പോർട്സ് ഇവന്റിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് കാണിക്കാൻ നമ്മുടെ റിയാക്ഷൻ ഒക്കെ എടുക്കുകയും ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ഐഫോൺ എയറിന്റെ പുതിയ സെൻട്രൽ സ്റ്റേജ് ഫീച്ചർ. എങ്ങനെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതെന്റെ ഐഫോൺ 15 പ്രോയിൽ ഞാൻ ഫേസ് ടൈം ചെയ്തിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് മാറുമ്പം എന്റെ ആ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ഐപാഡിനായിരുന്നു ഇങ്ങനത്തെ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നത്. 17നും 17 എയറിനും ആ ഒരു സെൻട്രൽ സ്റ്റേജ് കിട്ടുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഐഫോൺ 16ന്റെയും ഐഫോൺ എയറിന്റെയും സൗണ്ട് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 2 പാട്ട് ഞാൻ ഫുൾ വോളിയത്തിലാണ് ഇടാൻ പോകുന്നത്. സോ നിങ്ങളിപ്പോൾ ഹെഡ്ഫോൺ വല്ലതും ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ വോളിയം ഒന്ന് കുറയ്ക്കണം. സെയിം പാട്ട് ഈ ഒരു ഐഫോൺ എയറിൽ ഇനി കേട്ട് നോക്കാം. ഓണസ്റ്റ്ലി ഞാൻ സത്യം പറഞ്ഞാൽ ഇച്ചിരി സർപ്രൈസ്ഡ് ആണ്. ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെ മണ്ടയ്ക്ക് മാത്രമുള്ള സ്പീക്കർ. ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി ഗുഡ്. പക്ഷെ എന്നാലും ഇറ്റ്സ് നോട്ട് as good as iPhone 16. ഇച്ചിരിയും കൂടെ ഓടി ഇങ്ങനെ പോപ്പ് ഔട്ട് ചെയ്തതിന്റെ തൊട്ട് എനിക്ക് ഈ ഒരു ഐഫോൺ എയറിൽ തോന്നിയത്. നിങ്ങൾക്ക് ഈ രണ്ടിൽ ഏതാ ഇഷ്ടപ്പെട്ടത്? ഞാൻ മേടിച്ചത് സ്കൈ ബ്ലൂ ആ. പക്ഷെ കാണുമ്പോ ഒരു വെള്ള പോലെ. അതെ, വെള്ള പോലെ തോന്നുന്നു. അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈസ് ദിസ് ഡിവൈസ് വർത്ത് യുവർ മണി? പേഴ്സണലി ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ്. എനിക്ക് ഇതിന്റെ അത് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഇച്ചിരിയും കൂടെ വലിപ്പമുള്ള ഒരു സ്ക്രീനാണ് കൊണ്ടുവരുന്നത്. ഐഫോൺ 17 പ്രോയിനെക്കാട്ടിലും ഒരു 0.2 കൂടുതലാണ്. അപ്പൊ ഇത് 6.5 ഇഞ്ചാണ് വരുന്നത്. പക്ഷെ അത് സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യുമ്പോൾ അത് വലിയൊരു വ്യത്യാസമല്ല, ടു ബി വെരി ഓണസ്റ്റ്. അങ്ങനെ വലിയൊരു ഡിസ്പ്ലേ ആകുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതിന് ഒരു നല്ല ബാറ്ററി പവറും വേണമെന്നായിരിക്കണമല്ലോ. അപ്പോൾ ഈ ഒരു ഐഫോൺ ആക്ച്വലി 3100
150 milliamp hour ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ അത്രയും ബാറ്ററി ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ അവർ കുറെ കോംപ്രമൈസ് ചെയ്തു. ഇപ്പൊ നമുക്ക് ഒരു ക്യാമറയെ വരുന്നുള്ളൂ. വൈ $1000 നമ്മൾ കൊടുത്തിട്ട് ആ കൂടെ വരുന്ന ഒരു ക്യാമറ? ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. ഇതിന് ലൈഡർ സിസ്റ്റംസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് ആ കൂടെ ആ ഒരു 1 ക്യാമറ ഉണ്ട്. ആ ഒരു ക്യാമറയും കൂടെ നമുക്ക് 1x 2x എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ കുറെ ഫോട്ടോ എടുക്കുന്ന ആളാണല്ലോ, അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന ആളാണല്ലോ, ഐ ജസ്റ്റ് ഡോണ്ട് തിങ്ക് ദിസ് ഇസ് എ ഗുഡ് ഡിവൈസ് ഫോർ ദാറ്റ്. മിക്കവാറും നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ നല്ലത് iPhone 17 മേടിക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ അൾട്രാ തിൻ ഡിസൈൻ ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് മേക്ക് സെൻസ് ടു ബൈ ദിസ്, ബട്ട് ഐ തിങ്ക് യു വിൽ റിഗ്രറ്റ് ദാറ്റ് ഡിസിഷൻ. എനിവേ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. തൽക്കാലം